The next topic is job evaluation techniques or procedure for job evaluation. ഇപ്പോൾ ജോബ് ഇവാലുവേഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് ദ ടോപ്പിക് ജോബ് ഇവാലുവേഷൻ ടെക്നിക്സ് ഓർ ഹൗ ടു കണ്ടക്ട്, വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോർ കണ്ടക്ടിങ് ജോബ് ഇവാലുവേഷൻ. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. സോ 8 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് പറയണേ. ഫസ്റ്റ് വൺ ഈസ് ഗെയിനിങ് ആക്സെപ്റ്റൻസ്. ഗെയിനിങ് ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് പുതിയതായിട്ട് കൊണ്ടുവരുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ, മാനേജ്മെൻറ്റിൻ്റെ, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ, ട്രേഡ് യൂണിയൻ്റെ, അങ്ങനെ ആ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരുടെയും കോപ്പറേഷൻ, അല്ലെങ്കിൽ അവർ കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു സിസ്റ്റം എന്താവുള്ളൂ, സക്സസ് ആവുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ ഫസ്റ്റ് പ്രൊസീജിയർ ഈസ് ഗെയിനിങ് acceptance. Job evaluation is to be accepted by the management, employees and trade union. Before undertaking the job evaluation, the top management must explain the objectives and uses of the program to the employees and the trade union. നമ്മൾ ആ ജോബ് ഇവാലുവേഷൻ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ടോപ്പ് മാനേജ്മെൻറ്റ് അവരുടെ എംപ്ലോയീസിനെയും ട്രേഡ് യൂണിയനെയും അങ്ങനെ എല്ലാവരെയും അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇനി ടു ഇലാബറേറ്റ് പ്രോഗ്രാം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഫർദർ ഓറൽ പ്രസൻറ്റേഷൻസ് ആർ ടു ബി മെയ്ഡ്. ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഓറൽ പ്രസൻറ്റേഷനും കൂടെ ചെയ്തു കൊടുക്കുക. ഇനി ലെറ്റേഴ്സ്, ബുക്ക്ലെറ്റ്സ് എക്സെട്ര ക്യാൻ ബി യൂസ് ടു ക്ലാസിഫൈ ഓൾ റെലവൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ദ ജോബ് ഇവാലുവേഷൻ പ്രോഗ്രാം. ഇനി അവർക്ക് അതിൻ്റെ ഒന്നും കൂടെ ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടി ഏതൊക്കെ ജോബാണ് ക്ലാസിഫൈ ചെയ്യണത്, ഏതൊക്കെ ജോബിനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണത്, എന്തൊക്കെയാണ് അതിൽ ചെയ്യാമെന്നൊക്കെ അറിയാൻ വേണ്ടി അതിനുപകരിക്കുന്ന രീതിയിൽ ലെറ്ററുകൾ, ബുക്ക്ലെറ്റ്, ഇതെല്ലാം ആ ഒരു പ്രസൻറ്റേഷൻ സമയത്ത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ്, അപ്പോൾ അതാണ് ഗെയിനിങ് ആക്സെപ്റ്റൻസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി. It is not possible for a single person to evaluate all the key jobs in an organization. നമ്മളറിയാം, ഒരു ജോബിൻ്റെ റിലേറ്റീവ് വർത്ത് അഥവാ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് കനോട്ട് ബി ഡൺ ബൈ എ സിംഗിൾ പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ടത് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യൂഷ്വലി ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി ഈസ് ഫോംഡ്. സാധാരണയായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി ഫോം ചെയ്യും. കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ആൻ എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ്. ആ കമ്പനിയിലെ തന്നെ സീനിയർ മോസ്റ്റ് എംപ്ലോയീസ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസ് ഉണ്ടാവും ആ കമ്മിറ്റിയിൽ. ട്രേഡ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാകും, HR എക്സ്പേർട്ടുകൾ ഉണ്ടാവും, ആൻഡ് ടു സെറ്റ് ദ ബോൾ റോളിംഗ്. ഓക്കെ, ആ ഒരു ജോബ് ഇവാലുവേഷൻ പ്രോസസ്സിനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിനേക്കായിട്ട് ഹയർ ചെയ്യണത്. ആ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഫോർമേഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി. സോ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് സെലക്ഷൻ ഓഫ് ജോബ് ഫോർ ഇവാലുവേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഏത് ജോബാണ് ഇവാലുവേഷൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. സോ ഈച്ച് ആൻഡ് എവറി ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ കനോട്ട് ബി ഇവാലുവേറ്റഡ്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ എന്തൊക്കെ ജോലി ഉണ്ടാവും, HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലികളുണ്ടാവും, മാനേജ്മെൻറ്റിൻ്റെ ഫിനാൻസ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അങ്ങനെ ജോബ് ABC ഒരു കമ്പനിയിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ ജോബുകളുണ്ടാവും. ഈ ജോബിനെ എല്ലാത്തിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് അല്ലേ. ഒരുപാട് സമയവും പോകും, അതോടൊപ്പം തന്നെ ഒരുപാട് കോസ്റ്റും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാം, certain key jobs in each department may be identified. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കീ ജോബ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. While picking up the job, care must be taken to ensure that they represent the type of work performed in that department. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കീ ജോബ് സെലക്ട് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യണേ. അങ്ങനെ പിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഉണ്ടാകും അല്ലേ. ആ മെയിൻ ഫങ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ജോബുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ മെയിൻ ഫങ്ഷൻ എന്താണ്, മാനുഫാക്ചറിങ് അല്ലേ. അപ്പോൾ ആ മാനുഫാക്ചറിങ് ഇൻവോൾവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോബ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് സെലക്ടിങ് ദ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്, ജോബ് സെലക്ട് ചെയ്തു,
ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി, അവർ ജോബ് സെലക്ട് ചെയ്തു. ഇനി എന്ത് വേണം, ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ജോബ് മസ്റ്റ് ബി ഐഡൻറ്റിഫൈഡ് നൗ, കീപ്പിംഗ് ദ ജോബ് ഫാക്ടേഴ്സ് ആസ് വെൽ ആസ് ഓർഗനൈസേഷണൽ ഡിമാൻഡ്സ് ഇൻ മൈൻഡ്. ആ മെത്തേഡ് സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ കരുതേണ്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ജോബ് ഫാക്ടേഴ്സ്, ആ ജോബിൻ്റെ പ്രത്യേകതകൾ. 2 വാട്ട് ഓർഗനൈസേഷൻ ഡിമാൻഡ്സ്, എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ ഡിമാൻഡ് ചെയ്യണത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്, നമ്മൾ ആ ജോബ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട, ഇവാലുവേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് അതിൽ നിന്ന് നമ്മളുടെ കമ്പനി ഡിമാൻഡ് ചെയ്യണത്. ഇത് നോക്കിയിട്ട് വേണം മെത്തേഡ് സെലക്ട് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ്, അനലൈസിങ് ആൻഡ് പ്രിപ്പയറിങ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ? വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ മെനി ഓഫ് അവർ പ്രീവിയസ് ക്ലാസ്സസ്. വാട്ട് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ? What is job description? It is a simple explanation about a job. So job description is very useful in job evaluation because it defines എന്തൊക്കെയുണ്ടാവും job description, title of the job, duties to be performed, responsibility, degree of supervision in relation with other jobs, working condition, etc. in connection with the job. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയാൽ ആ ഒരു ജോലിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ പേര്, ടൈറ്റിൽ കിട്ടും, എന്തൊക്കെ ഡ്യൂട്ടിയാണ് അതിൽ പെർഫോം ചെയ്യണമെന്ന് നോക്കാം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അറിയാം, സൂപ്പർവിഷൻ്റെ ഡിഗ്രി എങ്ങനെയാണെന്ന് അറിയാം, മറ്റ് ജോലികളുമായിട്ട് അതിനുള്ള റിലേഷൻ എന്താണെന്നറിയാം, വർക്കിംഗ് കണ്ടീഷൻ എന്താണെന്നറിയാം. അങ്ങനെ അത് പ്രിപ്പയർ ചെയ്യലാണ് അടുത്ത ജോലി. അടുത്തത് ജോബ് ഗ്രേഡിംഗ്. ജോബ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ഓഫ് ദ ജോബ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദ നേച്ചർ. ഓരോ ജോലിയുടെയും നേച്ചറിനനുസരിച്ച് നമ്മൾ ജോലിനെ പല ഗ്രൂപ്പായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ക്ലറിക്കൽ, അക്കൗണ്ടിങ്, എക്സെട്ര. അന്നാന്നുണ്ടാകുന്ന ഡെയിലി ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡ് ചെയ്യുന്നത് ബുക്ക് ഓഫ് അക്കൗണ്ട്സിലേക്ക് കീപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് സിസ്റ്റം അല്ലേ. ക്ലറിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അന്നത്തെ ക്യാഷിൻ്റെ ഡീലിങ്സ്, ആ ക്ലറിക്കൽ വർക്കുകളുണ്ട്, അക്കൗണ്ടിങ് വർക്കുകളുണ്ട്, പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് വർക്കുകളുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ജോബിനെ നമ്മൾ പലതായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. സോ ജോബ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് using the criteria such as skill requirement, experience needed, under which conditions job is performed, type of responsibility should be shouldered, degree of supervision needed, amount of stress caused by the job, etc. എന്ത് ചെയ്യണം, ചില പ്രത്യേക ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ട് ഓരോ ജോലിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് 1, 2, 3 കൊടുക്കുക. അതായത് പ്രൈം ഇമ്പോർട്ടൻസ് ഉള്ളത് 1, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് 2, അങ്ങനെ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ജോബിനെ ക്ലാസിഫൈ ചെയ്യുക. ഈ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം നമ്മൾ? സ്കിൽ റിക്വയർമെൻറ്റ്, ഓരോ ജോലിക്കും എന്തൊക്കെ സ്കില്ലാണ് ആവശ്യമുള്ളത്, എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ആവശ്യമുള്ളത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അതിനാവശ്യമുണ്ട്, എത്രത്തോളം സൂപ്പർവിഷൻ ഓരോ ജോലിയിലും നമ്മൾ തരംതിരിക്കണം, പിന്നെ എമൗണ്ട് ഓഫ് സ്ട്രെസ്, ആ ജോലിയിൽ നിന്ന് എത്രത്തോളം സ്ട്രെസ് എംപ്ലോയിക്ക് വരും, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. ആൻഡ് വെയിറ്റ് ക്യാൻ ബി അസൈൻ ടു ഈച്ച് സച്ച് ഫാക്ടർ. ഓരോ ഫാക്ടറിനും നമ്മൾ എന്ത് കൊടുക്കും? ഒരു വെയിറ്റ് കൊടുക്കും. ഓക്കെ, വെൻ വി ഫൈനലി ആഡ് ഓൾ ദ വെയിറ്റ്, ദ വർത്ത് ഓഫ് എ ജോബ് ഇസ് ഡിറ്റർമിൻഡ്. ഇപ്പോൾ നമുക്ക് സ്ട്രെസ് ഉള്ളതിന് നമ്മളൊരു വെയിറ്റ് 2 കൊടുത്തു. സ്ട്രെസ് കൂടുതലുള്ളതിന് 1, 2, 3, 4, 5 വരെ ഗ്രേഡ് കൊടുത്തിട്ട് ഓരോ ജോലിക്കും അതിൻ്റെ സ്ട്രെസ് ലെവൽ അനുസരിച്ച് 1, 2, 3, 4 അങ്ങനെ നമ്പർ കൊടുത്തു. ദെൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിക്ക് 1, 2, 3 വെയിറ്റ് കൊടുത്തു. അങ്ങനെ എല്ലാ ജോലിക്കും ഓരോ ഈ ക്രൈറ്റീരിയാസിനെല്ലാം നമ്മൾ വെയിറ്റ് കൊടുക്കും. അങ്ങനെ ഓരോ ജോലിയുടെയും ഈ വെയിറ്റുകൾ നമ്മൾ അവസാനം എന്ത് ചെയ്യും? ടോട്ടൽ ചെയ്യും. അങ്ങനെ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ ഓരോ ജോലിയുടെയും റിലേറ്റീവ് വർത്ത് അഥവാ വാല്യൂ നമുക്ക് കിട്ടും. ദ പോയിൻറ്റ് മേ ദെൻ കൺവേർട്ടഡ് ഇൻ ടു മോണിറ്ററി വാല്യൂസ്. അങ്ങനെ ഈ കിട്ടിയ ഗ്രേഡ് പോയിൻറ്റിനെയാണ് പിന്നീട് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണേ? മോണിറ്ററി വാല്യൂ ആയിട്ട്. അതായത് നമ്മുടെ പേ സ്കെയില്, വേജ്, ഇൻസെൻറ്റീവ്, ബോണസ്, ഇൻക്രിമെൻറ്റ്, ഓൾ ദീസ് ബേസ്ഡ് ഓൺ അക്കോർഡിംഗ് ടു ദീസ് വെയിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഒരു സാധാരണ ടീച്ചർ എടുക്കുന്ന എഫേർട്ട്, ഒരു സാധാ ടീച്ചിങ് പോസ്റ്റിൽ മാത്രം എടുക്കുന്ന എഫേർട്ട്, പ്രോബ്ലം പേപ്പേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് എടുക്കുന്ന വർക്ക് ലോഡ്,
ദെൻ HOD അല്ലെങ്കിൽ പ്രിൻസിപ്പൾ, വൈസ് പ്രിൻസിപ്പൾ അങ്ങനെയുള്ള പോസ്റ്റുകളിൽ എടുക്കുമ്പോൾ വരുന്ന സ്ട്രെസ് ലെവൽ അല്ലെങ്കിൽ അതിലെടുക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് അഡീഷണൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇതിനെല്ലാം നമ്മൾ ഓരോ വെയിറ്റ് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ വെയിറ്റ് ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ആ ജോബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി 7th പോയിന്റ് ഈസ് ജോബ് പ്രൈസിങ്. ജോബ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞു നമ്മളിപ്പോൾ. ആഫ്റ്റർ ആഡിങ് ഓൾ ദ വെയിറ്റ് ഓഫ് ഈച്ച് ജോബ് then they are priced. It is converted into monetary terms എന്ന് പറഞ്ഞില്ലേ. That monetary terms conversion is known as job pricing. That means each job is priced in relation to its worth. അതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് ഓരോ ജോലിക്കും ഓരോ സാലറി ഫിക്സ് ചെയ്യും. Then the last final point is review. എന്താ റിവ്യൂ എന്ന് പറഞ്ഞാൽ? റിവ്യൂ എന്ന് പറഞ്ഞാൽ പേരിൻ്റെ തന്നെ അർത്ഥം എന്താ? കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ആയിട്ട് അതിനെ നോക്കുക. അപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് റിവ്യൂ ആൻഡ് റിവിഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഷുഡ് ബി ഡൺ. നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഓരോ ജോലിയുടെ പേര്, അതിൻ്റെ ടൈറ്റിൽ, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, സൂപ്പർവിഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഈ ജോബ് ഡിസ്ക്രിപ്ഷനെ നമ്മൾ പീരിയോഡിക്കായിട്ട് മന്ത്ലിയോ വീക്കിലിയോ 2 months കൂടുമ്പോഴോ അങ്ങനെ അതിനെ റിവ്യൂ ചെയ്യണം. ഇറ്റ് ഹെൽപ്സ് ടു നോ ദ ഫീലിങ്സ് ഓഫ് എംപ്ലോയീസ് റിലേറ്റഡ് വിത്ത് ദ വർത്ത് ഓഫ് ദ ജോബ്. അപ്പോഴാണ് എന്താ അറിയുള്ളൂ, ആ ജോലിക്ക് കൊടുത്തേക്കണ വർത്ത് അല്ലെങ്കിൽ വാല്യൂം എംപ്ലോയീസിൻ്റെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള ഞാൻ ചെയ്യുന്ന ജോലി അതിൻ്റെ വർത്തിനനുസരിച്ചുള്ള സാലറിയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് അല്ലേ. അതേസമയം എൻ്റെ ജോലിയുടെ വർത്ത് എന്ന് പറയുന്നത് വെരി ഹൈയും മൈ സാലറി പാക്കേജ് ഈസ് വെരി ലോയും ആ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? ഒരിക്കലും അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു വേരിയേഷൻ ഉണ്ടോ, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഒരു റീതിങ്കിങ് ചെയ്യണോ, ഇതൊക്കെ അറിയാൻ വേണ്ടി പീരിയോഡിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ജോബ് ഡിസ്ക്രിപ്ഷന് റിവ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ മെയിൻ പ്രൊസീജിയർ ഓർ ടെക്നിക്സ് ഇൻവോൾവ് ഇൻ ജോബ് ഇവാലുവേഷൻ. വളരെ നന്നായിട്ട് പഠിക്കണം കേട്ടോ, 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് റീകളക്ട് ചെയ്യാം. എന്തൊക്കെയാണ് വരണേന്ന് നോക്കൂ. എന്തൊക്കെ പ്രൊസീജിയറാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗെയിനിങ് അക്സെപ്റ്റൻസ്. ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് ബൈ ഈച്ച് ആൻഡ് എവറി വൺ ഇൻ ദ ഓർഗനൈസേഷൻ, എംപ്ലോയി, മാനേജ്മെൻറ്റ്, ട്രേഡ് യൂണിയൻ എക്സെട്ര. So top level management must convey all these matters to the employees. Okay, second one, formation of job evaluation committee. Or a single person, this evaluation cannot be done by a single person. So a job evaluation committee is formed. Committee la arakenda experienced employee, trade union representatives, HR expert, etc. Third one, selection of job for evaluation. Each and every job in the organization cannot be evaluated. So we select the key jobs from each department by taking into consideration that they must ensure or they must represent the type of work performed by the department. Then next, fourth point is selecting the method of evaluation. The best suitable method should be taken for evaluation and keeping the job factors as well as organizational objectives. Fifth one, analyzing and preparing a job description. Job description is very important in job evaluation because it describes the title of the job, duties to be performed, responsibility, degree of supervision, etc. The next one is job grading. Is very important കേട്ടോ. 2 മാർക്കിന് ചോദിക്കാവുന്നതാണ് വാട്ട് ഈസ് ജോബ് ഗ്രേഡിംഗ് എന്ന്. എന്താ ജോബ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ജോലിയുടെയും പ്രത്യേകതകൾക്കനുസരിച്ച് ചില ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്ത്, ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് വേണ്ട സ്കില്ല്, എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റി, സൂപ്പർവിഷൻ, പിന്നെ സ്ട്രെസ് ലെവൽ, അങ്ങനെ ഓരോ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നമ്മളൊരു ജോലീനെ ഓരോ വെയിറ്റ് കൊടുക്കും. അങ്ങനെ അവസാനം ഓരോ ജോലിയുടെയും വെയിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ഒരു ജോലിയുടെ നമുക്ക് എന്ത് കിട്ടും? വർത്ത് കിട്ടും. ഫൈനലി ദിസ് വർത്ത് ഈസ് കൺവേർട്ടഡ് ഇൻ ടു മണി ടേംസ്. ദാറ്റ് മണി ടേംസ് കൺസിഡർ ചെയ്യുന്നതാണ് അടുത്ത പോയിന്റ്, ജോബ് പ്രൈസിങ്, വേജ് ഡിറ്റർമിൻ ചെയ്യുന്നത് കേട്ടോ. ദ നെക്സ്റ്റ് റിവ്യൂ, പീരിയോഡിക് റിവ്യൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഓരോ ജോബിനെയും നമ്മൾ റിവ്യൂ നടത്തണം. ആ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ വർക്കേഴ്സ് ഈസ് ഡിറ്റർമിൻഡ്. അവർക്ക് യോജിച്ച സാലറി ആണോ കിട്ടണമെന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്.
Okay, so these are the procedure or techniques of job evaluation expect for university question.